കനത്ത മഴയിൽ പൊറുതിമുട്ടുകയാണ് മലപ്പുറം താനൂർ മുക്കോലിയിലെ ജനങ്ങൾ. 16ഓളം വീടുകൾ വെള്ളത്തിലാണ്. എല്ലാ വർഷവും ഈ ദുരിതം പറഞ്ഞു ചെല്ലുമ്പോൾ അധികാരികളും മുഖം തിരിക്കുന്ന സ്ഥിതി. ഈ പ്രശ്നത്തിന് എന്ന് ശാശ്വത പരിഹാരം കാണുമെന്ന ചോദ്യമാണ് ജനങ്ങളും ഉന്നയിക്കുന്നത്. കനത്തൊരു മഴ പെയ്താൽ താനൂർ മുക്കോലയിലെ ഹെൽത്ത് സെന്ററും പരിസരവും വെള്ളത്തിലാകും. 16 കുടുംബങ്ങളുണ്ട് ഈ പ്രദേശത്ത്. അവസ്ഥ എന്ന് പറയുന്നുണ്ടെങ്കിൽ അഴിമുഖത്ത് അഴി വീഴാതിരിക്കണം. അപ്പോൾ പൊന്നാനി കടലുണ്ട്, അവിടെ ഒന്നും ഈ പ്രശ്നങ്ങളില്ല. ഈ മഴക്കാലത്ത് അഴി വീണുകൊണ്ടാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്നത്. അതാണ് ശാശ്വതമായ പരിഹാരമുള്ളൂ. അല്ലാതെ വർഷം തോറും ഇതേമാതിരി വരും, കൗൺസിലർമാർ ഇടപെട്ട് ആൾക്കാരെ മാറ്റും, ഇതേമാതിരി പ്രശ്നങ്ങളുണ്ടാവും. ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ അഴി വീഴാതിരിക്കാനുള്ളൊരു സംവിധാനം, അതാണ് ശാശ്വത പരിഹാരം. ായിട്ട് ഇങ്ങനെ വെള്ളം ഇവിടെ കയറലുണ്ട്. ഒന്നാമത് ഈ പൂരപ്പുഴ എന്നുള്ള വെള്ളമാണ് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് ആ കെട്ടൊക്കെ ഒന്ന് ഉയർത്തി കെട്ടാൻ സർക്കാരുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിമിതി വരെയൊക്കെ ഇതിന് പരിഹാരമാവും. ഇപ്പോൾ ഈ സർക്കാർ ഒരു ചെറിയൊരു അനാസ്ഥയാണ്. ഇപ്പോൾ ഇവിടെയുള്ള ഒരു 16ഓളം വീടുകൾ ഇപ്പോൾ 2 ദിവസമായിട്ട് വെള്ളക്കെട്ടിലാണ്. ഇപ്പോൾ ഒരുപാട് അമ്മമാരൊക്കെ നമ്മൾ അപ്പുറത്തെ വീടൊക്കെ മാറ്റി. അപ്പോൾ അവിടെ അപ്പുറത്തൊരു വീട്ടിലൊരു പ്രസവിച്ചൊരു ചേച്ചി ഉണ്ടായിരുന്നു, അവരെ സർക്കാരായിട്ട് ആ സബ്സിഡിയിലേക്ക് മാറ്റി. ശക്തമായൊരു മഴ പെയ്താൽ ഇവിടത്തുകാരുടെ സ്ഥിതിയാണിത്. വീടുകളിലെല്ലാം വെള്ളം കയറും. പിന്നീട് ബന്ധുക്കളുടെ വീടുകളാണ് ഇവർക്ക് ആശ്രയം. ഓരോ വർഷവും അധികാരികൾക്ക് മുമ്പിൽ ആവശ്യമായി എത്തുന്നുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനിയെങ്കിലും ഈ അവസ്ഥ അധികാരികൾ കണ്ണു തുറന്ന് കാണണം. താനൂരിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം വി സോണൽ കൃഷ്ണ, ജനം.